ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രിയം. ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ റംബുട്ടാൻ മരമാണ്. 4 വർഷമായി ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിത് റംബുട്ടാൻ ഇല്ലായിരുന്നു. റംബുട്ടാനൊക്കെ റോഡിലൊക്കെ വെച്ച് ഇങ്ങനെ വിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതുപോലെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു മരം നമ്മുടെ കൃഷി വകുപ്പുകാർ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ വാങ്ങി വെച്ചപ്പോഴും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കായ്ക്കുമെന്നും ഇത്ര നല്ല റംബുട്ടാനാണ് എന്നും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇതിപ്പം 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് കായ്ക്കുന്നുണ്ട്. 2 മരമുണ്ട് നമ്മുടെ അയ്യത്ത് തന്നെ. ആ 2 മരവും നിറച്ച് റംബുട്ടാനാണ്. ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് നമ്മൾ പൊളിച്ചാൽ നല്ല അടന്നു വരുന്ന ടൈപ്പിലെ ബ്ലോക്ക് റംബുട്ടാനാണ്. ഭയങ്കര മധുരം, ഭയങ്കര ടേസ്റ്റ്. അതിലുപരി ഇത് പൊളിച്ച് നമ്മൾ 2 കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും. അത്രയും നല്ല റംബുട്ടാനാണ്. അപ്പോൾ ഈ റംബുട്ടാനെല്ലാം ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. വീട്ടിലുള്ളവരെല്ലാം വന്ന് കൊണ്ടുവന്ന് എല്ലാവരും വന്നിങ്ങനെ നോക്കി പറിച്ചുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയായിട്ട് അത് നിറച്ച് ഉണ്ടായി നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു മരമുണ്ട്. ഇതിൻ്റെ ഒരു ചെറുതാണ്, പക്ഷേ അതിനും ഭയങ്കര മധുരമാണ്. മധുരമെന്ന് വെച്ചാൽ ഭയങ്കര മധുരം. ഇത്രയും മാതളം അല്ലെങ്കിൽ തന്നെ അത് നല്ലതാണ്. ആ മരവും കാണുന്നുണ്ടല്ലോ എല്ലാവരും. ആ മരത്തിൽ നിറച്ച് കായ ഉണ്ടായിരുന്നു. മഴയാണെന്ന് പറഞ്ഞാലും മഴയുടെ ഒരു ഇതും തട്ടിട്ടില്ല. ഇപ്പോഴും ഭയങ്കര മധുരമാണ്. ഇന്നാണെങ്കിലും ബാക്കിയാണ് കുറേ ഉണ്ടായിരുന്നു. അതും ഇന്ന് പറിച്ചിട്ട് ഞാനതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു അച്ചാറിട്ടേക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ റെഡിയാക്കി പറിച്ചുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ചിട്ട് കുറേശ്ശെ അത് ഇങ്ങനെ എടുത്തിട്ട് പൊളിച്ച് ഒരു ബേസിനകത്ത് ആക്കിയിട്ട് അതിനിങ്ങനെ അച്ചാറിടാമല്ലോ എന്നുള്ള ആലോചനയിൽ തന്നെയാണ് അതെല്ലാം കൂടെ പറിച്ചു കൂട്ടിയിട്ട് അതിൽ കുറച്ചെടുത്ത് ഞാൻ അച്ചാറിടുന്നത് നല്ല ടേസ്റ്റിയാണ്. നല്ലതായിട്ട് അത് നല്ലതായിട്ട് എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. നല്ലെണ്ണ ഉപയോഗിച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് മുളകും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി അതും ഇട്ട് അതിനകത്ത് എന്നിട്ട് പുരട്ടിയെടുത്ത് നല്ല വൃത്തിക്ക് അത് അച്ചാറാക്കി. ഞാൻ എന്നിട്ട് എൻ്റെ ചേച്ചി മക്കളും വന്നപ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്താൻ കൊടുത്തു. എൻ്റെ കുഞ്ഞ് വീണ പറഞ്ഞു, നല്ല ചേച്ചി ഇത് നല്ല അച്ചാറാണെന്ന് പറഞ്ഞ് കുറേ ഞാൻ അച്ചാറിട്ട് അവർക്കെല്ലാം കൊടുത്തു വിട്ടു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇപ്പോഴും ഇത് നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. ഇതുപോലത്തെ ഒരു റംബുട്ടാൻ മരം, അത് കുഞ്ഞ് തൈയാണ്. അത് നമുക്ക് കൈയെത്താൻ നമ്മുടെ ടെറസിലോട്ടാണ് കിടക്കുന്നത്. കൈയെത്തി നമുക്ക് എപ്പോൾ വേണേലും പറിക്കാം. തോട്ടി ഒന്നും വേണ്ട. അത്രയ്ക്ക് നിറഞ്ഞ് നിൽക്കുന്ന നല്ല ഒരു മരവുമാണ്, നല്ല കായുമാണ്. അത് ഞാൻ അച്ചാറിട്ട് നല്ല രീതിയിൽ അത് പൊളിച്ചെടുത്ത് ബേസിനകത്തൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം എടുത്ത് അച്ചാറ് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു, മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം അത്രയും ചേർത്ത് അത് നല്ലപോലെ വെന്ത് കുറുകി വരുന്ന പരുവമായി. നല്ലതായിട്ട് കുറുകി വന്നതിന് ശേഷം അതൊക്കെ ചെറിയ തീയിലിട്ടേച്ച് റംബുട്ടാൻ അങ്ങോട്ട് കുടഞ്ഞിട്ട് അവനെ വീണ്ടും ചെറിയ തീയിലാക്കി ചെറുതായിട്ട് വഴട്ടി എടുത്ത് ഇളക്കി നല്ല രീതിയിൽ എടുക്കുന്ന ഉടനെ തന്നെ കാണാം. നമുക്കത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് പൂക്കത്തൊന്നുമില്ല. വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. നല്ലെണ്ണ മാത്രം ചേർത്ത് ഇളക്കി എടുത്ത് വെച്ചു. ഇപ്പോൾ ചോറ് കഴിക്കാനായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് ഈ റംബുട്ടാൻ അച്ചാർ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അറിയാം ഇതെങ്ങനെയുള്ളതാണെന്ന്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംബുട്ടാൻ അച്ചാർ കമൻ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാനിത് എത്തിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ്, നല്ല രസമാണ്. കാണാനും ഭംഗി, കഴിക്കാനും ഭംഗി, എല്ലാം നല്ല. ഇത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ പുതിയ വീഡിയോകളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കമൻറ്റുകൾ എന്നെ അറിയിക്കുക.
അത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ തുടർന്ന് പ്രോത്സാഹിപ്പിക്കുക. ഒരു ചെറിയ സംരംഭം വിജയമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.